അടയുണ്ടാക്കാനായിട്ട് 4 ഇല കിട്ടിയതിൻ്റെ സന്തോഷത്തിലാട്ടോ ഞാൻ വരുന്നത്. നമ്മുടെ വവ്വാലൊക്കെ തുപ്പിയിട്ട ഇല ആയതുകൊണ്ട് നന്നായിട്ട് കഴുകിയിട്ട് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആശീർവാദ ആട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ എടുത്തിട്ടുണ്ട്. പക്ഷേ പെട്ടെന്നാണ് അബദ്ധം പറ്റിയത്. നാളികേരം ഫ്രീസറിൽ എടുത്ത് വെക്കാനായിട്ട് മറന്നു. അത് പിന്നെ കുറച്ച് പുറത്ത് വെച്ച് മെൽറ്റായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഏലക്കായപ്പൊടിയും ശർക്കരപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഇതിന് അടക്കി കുഴയ്ക്കുമ്പോൾ ചപ്പാത്തി കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. അപ്പം നമുക്ക് അട വേഗം ഇലയിൽ പരത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഈ മിക്സ് വയ്ക്കുക, അട അതുപോലെ ആക്കി വയ്ക്കുക. അട ഉണ്ടാക്കാനായിട്ട് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും അല്ലല്ലോ. അപ്പം പിന്നെ ഞാൻ അട ഒരേന്നായിട്ട് ചുട്ടെടുക്കാനായിട്ട് തുടങ്ങിയിട്ടാ. ഇങ്ങനെ അട ഉണ്ടാക്കുമ്പോൾ അത് ഏട്ടനും പാറുട്ടിക്കും എനിക്കും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. മറ്റേ പുഴുങ്ങണ അടയേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനെ ചുട്ടെടുക്കണ അട കേട്ടോ. ഈ ഓട്ടട നല്ല മണ ചുട്ട് വരുമ്പോൾ. അപ്പോൾ ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ അടുപ്പിൽ ചോറ് ചൂടാക്കാൻ വെച്ചു. അതുപോലെ തന്നെ കുറച്ച് ശർക്കര കാപ്പിയും വെച്ചു. പഞ്ചസാര ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ശർക്കര കാപ്പി വെച്ചത്. പഞ്ചസാര കഴിഞ്ഞത് ഞാൻ അറിഞ്ഞില്ല. അപ്പോഴേക്കും പാറുക്കുട്ടി തുള്ളി ചടി വരുന്നുണ്ട് കേട്ടോ സ്കൂളിൽ വിട്ടിട്ട്. ഇനി സ്കൂളിലെ വിശേഷങ്ങളായി. അപ്പോൾ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്നെ വീഡിയോ പിടിക്കലടി എന്ന് പറഞ്ഞ ഏട്ടൻ്റെ വീഡിയോ കൂടി ഞാൻ പിടിച്ചു കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.